എക്സ്ട്രീം ഫിറ്റ്നസ് അക്കാഡമീൻ്റെ ഗ്രാൻഡ് ഓപ്പണിംഗ് പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ അറേബ്യൻ ബീച്ച് റിസോർട്ടിൽ വൈകുന്നേരം പോയതാണേ. എൻട്രൻസിൻ്റെ അവിടെ സ്ത്രീകളുടെ അടിപൊളി ശിങ്കാരിമേളമൊക്കെ നടക്കുന്നുണ്ട്. അവിടുന്ന് നമ്മൾ വെൽക്കം ഡ്രിങ്കൊക്കെ കഴിച്ചിട്ട് ഇനി പരിപാടി നടക്കുന്ന ഹാളിലേക്ക് പോകലാണേ. അകത്തേക്ക് കയറുമ്പോൾ തന്നെ അവിടെ മെഷീൻസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ജിമ്മിലേക്കൊക്കെ വേണ്ടുന്ന മെഷീൻസ് കാര്യങ്ങൾ, പിന്നെ പ്രോട്ടീൻ പൗഡേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവിടെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അകത്തേക്ക് കയറുമ്പോൾ നമ്മളെ കണ്ണൂർ MP ശ്രീ K. സുധാകരൻ അവർ മടങ്ങുന്നുണ്ടായിരുന്നേ. കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തമാണ്. നമ്മുടെ കണ്ണൂർക്കാരനായ അലവിൽ സ്വദേശിയായ ഓണായതുകൊണ്ട് ഹാളിലേക്ക് വരുന്നവരെയൊക്കെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാവേലി തന്നെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നേ. ഗിവ് കൊടുക്കേണ്ട ബുള്ളറ്റൊക്കെ ഇവിടെയുണ്ട്. വേറെ iPhone 16 Pro അങ്ങനെ കുറേ എന്തെല്ലോ ഐറ്റംസ് ഗിവ് ഒക്കെ പരിപാടിയുണ്ടേ. അങ്ങനെ നമ്മൾ നമ്മുടെ കാര്യപരിപാടിയായ ഫുഡ് അടിയിലേക്ക് വന്നേ. ഫുഡ് അടി നോക്കുമ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നേ. ഇന്നത്തെ ഈ പരിപാടിക്ക് പാസ്സുള്ളവർക്ക് മാത്രമായിരുന്നേ പ്രവേശനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ നല്ല തിരക്കുണ്ടായിരുന്നു. നമ്മുടെ കണ്ണൂരിലെ ഒരുവിധം കാര്യപ്പെട്ട എല്ലാ വ്ളോഗർമാരും അവിടെ ആ ഒരു പരിപാടിക്ക് ഉണ്ടായിരുന്നേ. ഫുഡ് സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ കൗണ്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ ഫുഡൊക്കെ വാങ്ങിക്കാൻ തുടങ്ങി. ഞാനൊരു ചപ്പാത്തിയും വെള്ളയപ്പവും കുറച്ച് ചോറും അതിൻ്റെ കൂടെ ചിക്കൻ്റെ കറിയും, ചിക്കൻ സ്റ്റൂ ആണേ, പിന്നെ ചിക്കൻ ഫ്രൈയും, ഇത് മാത്രമാണേ ഞാൻ വാങ്ങിച്ചത്. ഇതൊക്കെ കഴിച്ചെണീച്ചപ്പോഴാണ് എൻ്റെ ശ്രദ്ധയിൽ മട്ടൻ മന്തി വിട്ടത്. അങ്ങനെ മട്ടൻ മന്തി വാങ്ങാൻ പോയപ്പോൾ അതിൽ പീസൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവിടുന്ന് റൈസും വാങ്ങിച്ചിട്ട് മയോണീസും കൂടെ ഉണ്ടായ ടൊമാറ്റോ സോസും വാങ്ങിച്ചിട്ട് തിരിച്ചു വരുമ്പോഴാണ് വേറൊരു കൗണ്ടറിൽ മട്ടൻ മന്തി കണ്ടത്. അവിടുന്ന് പീസ് മാത്രം എടുത്തു. തിരിച്ചെൻ്റെ സീറ്റിൽ വന്നിട്ട് ആസ്വദിച്ചിട്ടാണ് കഴിച്ചത്. അപ്പോൾ ഫുഡൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി ഫുഡായിരുന്നു. എല്ലാവർക്കും ഇഷ്ടം പോലെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഇതിനൊക്കെ പുറമെ ജിലേബി ഉണ്ട്, ഐസ്ക്രീം ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, പിന്നെ പല തരത്തിലുള്ള ചായകളും ഒക്കെ അവിടെ ഇന്നത്തെ പ്രോഗ്രാമിന് ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാമിന് പോയിട്ടില്ലെങ്കിൽ വലിയൊരു നഷ്ടവുമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഫുഡ് മാത്രമല്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് ബോഡി ഷോ ഒക്കെ ഉണ്ടായിരുന്നേ. അതായത് നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ ആൾക്കാർ പങ്കെടുത്ത നല്ല അടിപൊളിയായിട്ടുള്ള ബോഡി ഷോ, അതും ഈ ഒരു പ്രോഗ്രാമിൽ പോയതുകൊണ്ട് ഫ്രീ ആയിട്ട് കാണാൻ പറ്റി. ബോഡി ഷോ സ്റ്റേജിൽ നിന്ന് മാത്രമായിരുന്നില്ല, നമ്മുടെ ആൾക്കാരുടെ പൾസൊക്കെ മനസ്സിലാക്കിയിട്ട് ആൾക്കാരുടെ ഇടയിൽ വന്നിട്ട് വരെ അവർ നല്ല രീതിയിൽ കോപ്പറേറ്റ് ചെയ്തിട്ടാണ് ബോഡി ഷോയും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. അതും നമ്മുടെ നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെ ബോഡി ഷോ ചെയ്യുന്ന ആൾക്കാരാണേ. പിന്നെ നമ്മുടെ മലയാളത്തിൻ്റെ നമ്മുടെ മുണ്ടൊക്കെ ഉടുത്തിട്ടാണേ 2-3 പേരൊക്കെ അതിൽ ബോഡി ഷോയിൽ പങ്കെടുക്കാൻ ഉണ്ടായിരുന്നത്. അതും ഒരു കൗതുക കാഴ്ചയായിരുന്നു. അപ്പോൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടിൽ ഈ ഒരു ബോഡി ഷോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ബോറടിക്കുന്നു. എനിക്ക് നിങ്ങളെക്കാട്ടി നല്ലോണം അറിയാം. ഇവിടെ നല്ല DJ ഒക്കെ ഇട്ടിട്ടായിരുന്നേ ബോഡി ഷോ ഉണ്ടായത്. അതെനിക്ക് ഒഴിവാക്കാണ്ട് നിർവാഹമില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വരും. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.